ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് കണമ്പ് മീൻ ഫ്രൈ ചെയ്യാൻ പോവാണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ കണമ്പ് മീൻ കറിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. ആ സമയത്ത് കുറച്ച് പീസസ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതാണ്. ആദ്യമായിട്ട് മീനിലൊന്ന് പുരട്ടി വെക്കാനായിട്ട് മാരിനേഷനുള്ള പേസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തത് പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് കായം പൊടി, എരിവിനായിട്ട് കശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പോൾ നല്ല കളർ കിട്ടും, പിന്നെ അധികം എരിവായി പോത്തുമില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പെപ്പറിൻ്റെ ഫ്ലേവർ ഫിഷ് ഫ്രൈക്ക് ഒത്തിരി നല്ലതല്ലേ. സ്വല്പം വിനീഗർ, അതേപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പാകത്തിന് സ്വല്പം വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ അരച്ചെടുക്കണേ. ഇനി ഈ പേസ്റ്റ് നമുക്ക് മീനയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. വിനീഗർ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എരിവും ഉപ്പുമെല്ലാം നല്ലതുപോലെ മീനിലേക്ക് പിടിക്കും കേട്ടോ. പിന്നെ വിനീഗറിൻ്റെ ഒരു ചെറിയ പുളിരസവും ഉണ്ടാവും. അത്യാവശ്യം ഫ്ലഷി ആയിട്ടുള്ള ഫിഷ് ആണെങ്കിലും ഇതിൻ്റെ മീറ്റ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അധികം മുള്ളുമില്ലാത്തത് കാരണം ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ചെയ്യുമ്പോൾ പെപ്പർ പൗഡർ, മുളക് പൊടി ഇതൊക്കെ ഒന്ന് സ്വല്പം കുറച്ച് ആഡ് ചെയ്താൽ മതിയായിരിക്കും. മുതിർന്നവർക്ക് കഴിക്കാനായിട്ട് കുറച്ച് സ്പൈസി ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. മീൻ മൊത്തം പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇതെന്തായാലും മിനിമം ഒരു 1 hour നമുക്ക് മാറ്റി വെക്കണം. ഞാനിതൊരു കണ്ടെയ്നറിലാക്കി ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് ഒരു 1/2 hour മുമ്പായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഈ പുരട്ടിയ മീനെടുത്ത് നമുക്ക് പുറത്ത് വയ്ക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണേ. നമ്മൾ മാരിനേഷൻ്റെ സമയത്തും കുറച്ച് വെളിച്ചെണ്ണയല്ലേ യൂസ് ചെയ്തത്. നല്ല ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അധികം ഓയിൽ ഇല്ലാതെയാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു തവ ഫ്രൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു വൈഡ് പാനാണ് തവ ഫ്രൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. അതാവുമ്പോൾ ഫ്ലിപ്പ് ഓവർ ചെയ്ത് കൊടുക്കാൻ ഈസി ആയിരിക്കും. പിന്നെ വെളിച്ചെണ്ണയും കുറച്ച് യൂസ് ചെയ്താൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണേ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഫ്ലിപ്പ് ഓവർ ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഞാനിങ്ങനെ 2 സ്പൂൺ യൂസ് ചെയ്യുന്നത്. കുറച്ച് സമയമെടുത്താണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം തിരിച്ചും മറിച്ചുമിട്ട് പാകത്തിന് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിലർക്ക് മീൻ നല്ല സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് താല്പര്യം. എന്നാൽ എനിക്ക് ഇച്ചിരി ക്രിസ്പായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഫ്രൈ ചെയ്ത് വരുമ്പോൾ വെളിച്ചെണ്ണ പോരാന്ന് തോന്നുകയാണെങ്കിൽ സ്വല്പം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം മീൻ എൻ്റെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ഞാൻ പാനിൽ നിന്ന് എടുത്ത് മാറ്റുവാണേ. നല്ലതുപോലെ നമുക്ക് എണ്ണ ഡ്രെയിൻ ചെയ്ത് കളയാൻ സാധിക്കും. അധികം ഓയിലൊന്നും പിടിക്കാത്ത അടിപൊളി ഫിഷ് ഫ്രൈ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ അധികം ഒന്നും ബാക്കി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വേസ്റ്റേജ് കുറവാണ്. പിന്നെ എണ്ണ റീയൂസ് ചെയ്യുന്നത് കൊള്ളില്ല എന്നല്ലേ പറയുന്നത്. നമ്മൾ റീയൂസ് ചെയ്തു എന്നുള്ളൊരു പ്രശ്നവും ഇല്ല. ഇച്ചിരി എണ്ണയല്ലേ ബാക്കി വന്നിട്ടുള്ളൂ. ഈ എണ്ണ നമുക്കങ്ങ് കളയുകയും ചെയ്യാം. ഇതേപോലത്തെ പാനിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ഗുണം മനസ്സിലായില്ലേ? അറിയാത്തവർക്ക് വേണ്ടിയാണേ ഞാനിതൊക്കെ പറയുന്നത്. ഫിഷ് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യണം കേട്ടോ. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ഫ്രഷ് വെജിറ്റബിൾസ് വെച്ചുള്ള ഒരു സലാഡും കൂടെ ഉണ്ടെങ്കിൽ സംഗതി അടിപൊളിയായി. ഫിഷ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഞാൻ പറഞ്ഞത്. എന്നാലും അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. മല്ലിപ്പൊടിയും കായവും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ ബൈ.